ജാതിക്കയുടെ തൊണ്ട 3 ദിവസം ഉണക്കിയപ്പോൾ ഈ പരുവത്തിലായി. നേരത്തെ കുരുമുളക് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ ഉണക്കിയെടുക്കാൻ പുതിയ സംവിധാനം വരികയാണ്. തിരുവനന്തപുരത്ത് മിത്രാനികേതനിലാണ് ഒരു സോളാർ ഡ്രയർ തയ്യാറാക്കിയിട്ടുള്ളത്. മിത്രാനികേതനിലെ കേട്ടുണ്ട് എന്തെങ്കിലും ഏർപ്പാട്? ഞങ്ങൾ കുറച്ച് ചക്ക സംസ്കരണ യൂണിറ്റ് ഈ തിരുവനന്തപുരത്തുള്ള കാണിക്കാർ ആദിവാസി വില്ലേജുകളിൽ ഡെവലപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ 4 സംസ്കരണ യൂണിറ്റ് തുടങ്ങി. അപ്പോൾ ചക്കയുടെ സീസണിൽ ചക്ക ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഒരുപാട് ചക്ക നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വേസ്റ്റായി പോകും. അപ്പോൾ അതെങ്ങനെ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പൾപ്പെടുത്ത് സൂക്ഷിക്കാം. പൾപ്പ് വളരെ സെൻസിറ്റീവാണ്. കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഫംഗസൊക്കെ ഉണ്ട്. അപ്പോൾ ഉണക്ക് സൂക്ഷിക്കുന്നത് നല്ലൊരു മെത്തേഡാണ്. അപ്പം നല്ലൊരു വലിയ ക്വാണ്ടിറ്റി ചക്ക ഉണക്കി വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു TDS ജോബാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡ്രയറിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പം വേറെ ഇലക്ട്രിക് ഡ്രയറൊക്കെ ഉണ്ട്. അത് വളരെ എക്സ്പെൻസീവാണ്. ഇലക്ട്രിക് ഡ്രയറും വിറക് വെച്ച് ഉപയോഗിച്ചാലും നമുക്കൊരു ഏറ്റവും വലിയ പ്രശ്നം കാർബൺ എമിഷനാണ്. അതുകൊണ്ടാണ് ഒരു സോളാർ ഡ്രയറിനെ കുറിച്ച് ചിന്തിച്ചതും ഇങ്ങനെ ഒരെണ്ണം ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് എത്ര മോഡലുണ്ട്? 3 മോഡൽ നമ്മളിപ്പം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 1 സ്ക്വയർ മീറ്റർ ഉള്ളത്, ഇത് 2 സ്ക്വയർ മീറ്റർ ഉള്ളത്, പിന്നെ 4 സ്ക്വയർ മീറ്റർ ഉള്ളത്. ഇത് 2 സ്ക്വയർ മീറ്റർ ഉള്ളതാണ് ഈ കാണുന്നത്. ഇതാണ് മീഡിയം സൈസ്. അപ്പോൾ ഇത് ചക്ക ഉണക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഇത് തുടങ്ങിയത്. ചക്ക ഉണക്കി കഴിഞ്ഞാൽ അതിനെ പൊടിച്ച് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ചക്കയായിട്ട് സൂക്ഷിക്കാം. മുമ്പൊക്കെ നമ്മൾ മരിച്ചിനി ഉണക്കി സൂക്ഷിക്കുമായിരുന്നല്ലോ. ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ക്ഷാമം ഉള്ളപ്പം കഴിക്കുന്നതിനായിട്ട് മരച്ചിനി ഉണക്കി സൂക്ഷിക്കും. പിന്നീട് അരിയൊക്കെ ഇഷ്ടംപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ മറന്നു. ചക്ക പോലെ എല്ലാം ഉണക്കാം. ചക്കയ്ക്ക് വേണ്ടി തുടങ്ങിയതിന് ശേഷം ഡിമാൻഡ് ഏറ്റവും കൂടുതൽ വന്നത് ഈ ജാതിക്കയൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഇടയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഉണക്കി സൂക്ഷിക്കണം. ജാതിക്ക മാത്രമല്ല, നമുക്കിൻ്റെ അകത്ത് എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ ട്യൂബർ ക്രോപ്സ്, കപ്പ, മറ്റു ട്യൂബർ ക്രോപ്സും എല്ലാം തന്നെ ഉണക്കാൻ സാധിക്കും. എൻ്റെ ഒരു പ്രത്യേകത ഇതിന് യാതൊരു ചെലവും ഇല്ല. ആദ്യം വാങ്ങി വെച്ചാൽ മതി. വാങ്ങി വെച്ചാൽ മതി. ഈ സോളാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സോളാർ പാനലൊക്കെ എവിടെയല്ല. സോളാർ പാനൽ ഇല്ല. ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം ഈ കാണുന്ന ഡ്രൈയിങ് ചേമ്പറാണ്. ഈ ഡ്രൈയിങ് ചേമ്പർ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് പോളികാർബണേറ്റ് ഷീറ്റ് കൊണ്ടാണ്. ഈ പോളികാർബണേറ്റ് ഷീറ്റിലൂടെ അകത്ത് വരുന്ന സൗരോർജ്ജം ഇതിൻ്റെ അകത്ത് തങ്ങി നിൽക്കത്തക്ക രീതിയിലാണ് ഈ നമ്മളുടെ മെറ്റീരിയൽസ് ഉണക്കാനുള്ള ട്രേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രേ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഫുഡ് ഗ്രേഡ് ക്വാളിറ്റിയുള്ള കറുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ചൂട് ഇതിൽ തന്നെ തങ്ങി നിൽക്കും. പുറത്ത് 30 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 45 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ സോളാർ ഡ്രയർ കിട്ടാനുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളൊരു ചിമ്മിനി ഘടിപ്പിച്ചിട്ടുണ്ട്. ചിമ്മിനി ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിരുന്ന് ഉണങ്ങും. ആ ഈർപ്പം വീട്ടിലായിട്ട് അതിനുള്ളിൽ തന്നെ വൈകുന്നേരം ആകുമ്പോൾ അതിൽ കാണും. അപ്പോൾ ഈ ചിമ്മിനി ഉള്ളതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂട് വായു ഈർപ്പത്തോടു കൂടി പുറത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് എയർ ഫ്ലോ ഉണ്ട് എന്നുള്ളതാണ് ഇത് ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ എൻ്റെ ടെക്നീഷ്യൻ നമ്മുടെ പുഷ്കരൻ നായർ അദ്ദേഹത്തെ ക്ഷണിക്കാം. കാരണം അദ്ദേഹമാണ് ഇത് ഡിസൈൻ ചെയ്തതും ഇതിൻ്റെ ട്രയൽസ് ഒക്കെ നടത്തിയത്. ഒന്ന് കാണിച്ചു തന്നൂടെ അല്ലേ? അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ തുറന്നു ഇതിനെ നിരത്തി വീണ്ടും അകത്തേക്ക് സ്ലൈഡ് ചെയ്തങ്ങ് വയ്ക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്യാൻ കഴിയും. ഈ മെറ്റീരിയൽ പോളികാർബണേറ്റ് ഷീറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ആണെങ്കിൽ കുറച്ചും കൂടി അല്ല, ഗ്ലാസ് നമുക്ക് ഈ കൺസ്ട്രക്ഷന് വേണ്ടി ഇത്രയും വഴങ്ങി തരില്ല. മാത്രമല്ല ചൂടിൻ്റെ വേരിയേഷനിൽ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കൈകാര്യം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ഈ പോളികാർബണേറ്റിലൂടെ അകത്ത് വരുന്ന ചൂട് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ പോളികാർബണേറ്റിലൂടെ അകത്ത് വരുന്ന ചൂട്, സൂര്യരശ്മി ഈ അലൂമിനിയം ട്രേ ചൂട് പിടിപ്പിക്കും. അപ്പോൾ അതൊരു ചൂട് പുറന്തള്ളും. അപ്പോൾ ഈ വരുന്ന ചൂടും ഈ ട്രേ ചൂടായിട്ട് ആ ട്രേ പുറന്തള്ളുന്ന ചൂടും കൂടെ ഇതിനകത്ത് ചൂട് ഇൻക്രീസ് ആവും. ചൂട് ഇൻക്രീസ് ആകുമ്പോൾ ചൂട് പിടിക്കുന്ന വായു ഈ ചിമ്മിനി വഴി പുറത്തേക്ക് പോകും. ഉണങ്ങുന്ന വസ്തു പുറന്തള്ളുന്ന ആ മോയ്സ്ചർ, ആ ഈർപ്പം ഈ വായുവിലൂടെ പുറത്തു പോകും. അപ്പോൾ ഉണങ്ങി കിട്ടുന്ന വസ്തുവിന് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ കഴിയും. ഹൈജീനിക്കാണ്. പിന്നെ ഈ പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അവിചാരിതമായി പെയ്യുന്ന മഴയത്ത് നമ്മളതിന് പുറത്തിട്ട് ഉണക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എത്ര നേരം ഉണക്കി എത്ര ഇങ്ങനെ കിട്ടും? പുറത്തിട്ട് ഉണക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൽ ഒരു 3 ദിവസമെങ്കിലും ഇങ്ങനെ ഇരിക്കേണ്ടി വരും. 3 ദിവസം കൊണ്ടും ആവില്ല, 3-4 ദിവസം വേണ്ടി വരും. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം. ഞങ്ങളുടെ 1 വർഷത്തെ നിരീക്ഷണം കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ ഈ 1 മീറ്റർ സ്ക്വയറിന് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും ലേബർ ചാർജും ഒക്കെ ആയിട്ട് 15,000 രൂപയോളം വില വരും. 2 എണ്ണത്തിന്
25,000 രൂപയാണ് വില വരുന്നത്. 4 എണ്ണം വരുന്നതിന് 45,000 വില വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മളിപ്പോൾ ചക്കയിലാണ് തുടങ്ങിയതെങ്കിലും കേരളത്തിലെ ഒട്ടുമുക്ക കാർഷിക വിളകളും ഇതിൽ ഉണക്കിയെടുക്കാം. നമുക്ക് അത്യാവശ്യം മത്സ്യവും മാംസവും വരെ ഉണക്കാം. കുറേ വാല്യൂ അഡീഷൻസും കൂടി ഇത് തരുന്നുണ്ട് ഇത്തരം ഉണക്കി സൂക്ഷിക്കുന്നത്. ദേവികയുണ്ട്. ദേവികയുടെ KVKയിൽ ഹോം സയൻറ്റിസ്റ്റ് ആണ്. നമ്മളുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കുമ്പം ഒരു 6 മാസത്തോളം നമുക്ക് മഴയാണ് നീണ്ടു നിൽക്കുക. എല്ലാവർക്കും ഒരു വലിയ രീതിയിലായിട്ടുള്ള ഇലക്ട്രിക് ഉപയോഗിച്ചിട്ടുള്ള ഡ്രയർ ഒന്നും വാങ്ങിക്കാൻ ഒക്കില്ല. കുറേ വീട്ടമ്മമാരൊക്കെ ചെറിയ രീതിയിലായിട്ട് എന്തെങ്കിലും തൊഴിലുകൾ ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിജയം, അവരിൻ്റെ ഒരു ആഗ്രഹമായിട്ട്. ഈ 1 മീറ്റർ സ്ക്വയറുള്ള ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. അതെ, ഇപ്പോൾ വെയിലത്ത് നമ്മൾ ഉണക്കുമ്പം ഒന്ന് പെട്ടെന്ന് കാറ്റടിക്കാം. ഇനി ഒന്ന് ഈ പ്രോഡക്റ്റ് എപ്പോഴും അവർ വന്നിട്ട് കിട്ടുന്ന കുറച്ച് വെയിൽ കൊണ്ട് ഈ പ്രോഡക്റ്റ് ഒന്ന് മൂടിയിട്ട് അങ്ങനെ ഒന്നും അവർക്ക് ചെയ്യാൻ ഒക്കില്ല. അപ്പം ആ പ്രോഡക്റ്റിനായിട്ടുള്ള വെയിലും കിട്ടൂല, ആ ഈർപ്പം കുറയത്തുമില്ല. ഇതിലാവുമ്പോൾ പിന്നെ പട്ടിയും പൂച്ച വന്നില്ല, ആരും ഒന്നും എടുത്തോണ്ട് പോവില്ല. ചെറിയ മഴ, ചെറിയ നമുക്ക് കാലാവസ്ഥയിൽ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഇരുന്നാലും ഈ ഫുഡ് പ്രോഡക്റ്റ് നമുക്ക് അഫക്റ്റ് ആവില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ജോലിക്ക് ഒരാളെ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വെയിലത്ത് നമ്മൾ 3 ദിവസം ഒരു പ്രോഡക്റ്റ് വെച്ച് നമ്മൾ ഉണക്കിയെടുക്കുകയാണെങ്കിൽ വാഴയ്ക്കോ കപ്പയോ ഇതിലാവുമ്പം 2 ദിവസം മതി. ഇലക്ട്രിക് ഡ്രയറിൽ 1 ദിവസം, ഒരു 8 മണിക്കൂറിൻ്റെ 6 to 8 hours ഉള്ളിൽ നമ്മൾ ഇലക്ട്രിക് ഡ്രയറിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നു. ചക്കയൊക്കെ ആവുമ്പം ഇലക്ട്രിക് ഡ്രയറിൽ ഒരു 2 ദിവസം എടുക്കും. 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇലക്ട്രിക് ബില്ലിൻ്റെ ചാർജ് നമ്മൾ അടയ്ക്കുന്നത് ഇവിടെ നമുക്ക് ഒഴിവാകുന്നുണ്ട്. ഇപ്പം നമ്മൾ വാഴയ്ക്ക നമ്മൾ ഉണക്കുന്നുണ്ട്. വാഴയ്ക്ക ഉണക്കുമ്പം അതിൽ എന്തൊക്കെയാ പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വാഴയ്ക്ക പൊടി ഉണ്ടാക്കാം, ആ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, കുറുക്കുണ്ടാക്കാം, ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യാം. അതായത് ഇപ്പോൾ പഴമൊക്കെ ബനാന ഫിഗ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കും. ഇതേപോലെ കുടംപുളി നമുക്ക് ഉണക്കിയെടുക്കാം. കപ്പയാണെങ്കിൽ കപ്പ ഉണക്കി എന്തൊക്കെയാ പ്രോഡക്റ്റുകൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ നോക്കുമോ. നമ്മളുടെ ഒരു സീസൺ അനുസരിച്ചാൽ ഇപ്പോൾ ഒരു കപ്പയൊക്കെ ഒരു 6 മാസത്തോളം നമുക്ക് പിന്നെ സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ നോക്കും. ഇനി നല്ലൊരു പ്രോഡക്റ്റ്, സേഫ് ആൻഡ് ഹൈജീനിക് ആയ ഒരു പ്രോഡക്റ്റ് നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ നമ്മളറിയാതെ പോലും പട്ടിയോ പൂച്ചയോളോ ഒന്ന് പോകുമ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് പോലും വെയിലത്ത് ഉണക്കിയെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം ഇല്ലാതെ. സെയിം ടൈം ഈ ഡ്രയറിൽ ഉണക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മോഡൽ തന്നെ കണ്ടറിയാം. അത് മോർ ദാൻ ഒരു 2 years അടുത്ത് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ജോയിന്റ് ഡയറക്ടർ സാർ ഈ ഡിസൈൻ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തത്. അപ്പൊ ഇവിടെ വന്ന് ഇപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെയ്യുന്ന ഫാർമേഴ്സ് ഉണ്ട്, വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരും ഉണ്ട്. ഇനി ഒന്ന് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വറ്റലും മുളകൊക്കെ ഇപ്പം ട്രഡീഷണൽ ആയിട്ട് ഇപ്പൊ എല്ലാവരും ഒന്ന് മാറിക്കൊണ്ട് വരുന്നുണ്ട്, വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അച്ചാറുകൾ ഇടാനായിട്ടൊക്കെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നോക്കും. അപ്പൊ കംപ്ലീറ്റ് മാറുകയാണ്. അതെ, ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടാവും അല്ലേ? ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട്. അതായത് കാരണം എളുപ്പമാണ്, ഒറ്റ തവണ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടു, ഒരുപാട് കാലം ഉപയോഗിക്കാം, തുരുമ്പ് പിടിക്കില്ല, അലുമിനിയം ആയതുകൊണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോലെ ഒരു സോളാർ ഡ്രയർ ആവശ്യമാണ്.